എന്തായാലും നമുക്ക് വലിയൊരു ഔപചാരികതയിലേക്കൊന്നും പോകണ്ട. കാരണം നമ്മുടെ ഒരു കൂടുതൽ അതായിരിക്കും ഏറ്റവും നല്ലത് തോന്നുന്നു. കാരണം കഴിഞ്ഞ വർഷമൊക്കെ സെറ്റോപ്പൊക്കെ വന്ന സമയത്ത് കുറേയൊക്കെ ഇങ്ങനെ മനസ്സിലൊക്കെ പ്ലാൻ ചെയ്തൊക്കെ വന്നു. സ്ഥലത്ത് വിളിക്കുന്ന സമയത്ത് ഞാൻ ഇവിടെ ഉണ്ടായിരുന്നില്ല. ഞാൻ നോക്കി ഡേറ്റ് ആലോചിച്ച് നോക്കി ഇവിടെ ഉണ്ടാകുമോ വരാൻ പറ്റുമ്പോൾ ഞാൻ വരാറുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ വീട്ടിൽ വന്ന് കഴിയുമ്പോഴത്തേക്കാണ് ചില സാഹചര്യത്തിൽ വരാൻ പറ്റിയല്ല. അപ്പോൾ ഞാൻ സാധാരണ പോകുമ്പോഴത്തേക്ക് എനിക്ക് വളരെ സന്തോഷം. പിന്നെ എന്തെങ്കിലുമൊക്കെ കുറച്ച് കാര്യങ്ങൾ ചെയ്തിട്ട് കുറച്ച് ദിവസമൊക്കെ വീട്ടിൽ പിന്നെ എൻ്റെ വീട്ടിൽ പോകും, മോളുടെ അടുത്ത് പോകും. അങ്ങനെയൊക്കെ തന്നെ എനിക്കിപ്പോൾ സമയം എന്ത് ചെയ്യുന്നുള്ള ആരും വിളിക്കുമ്പോഴത്തേക്കും സമയം ഇങ്ങനെ ചെലവഴിക്കുന്നത് എനിക്കറിയില്ല. നമുക്കറിയാം. കാരണം ഞങ്ങളുടെ സ്കൂളിലെ ജോസാറിൻ്റെ ഭാര്യയായിട്ട് ഇപ്പോൾ അവരുടെ കല്യാണം കഴിക്കുന്നതിൽ അതായത് വിദ്യാസ്കൂളിൻ്റെ അധ്യാപികയായിട്ട് ചാർജ് എടുക്കുന്നതിന് മുമ്പേ അറിയാവുന്ന ആളാണ് BMTസിൽ. അതുപോലെ തന്നെ വാല്യുവേഷൻ വന്നപ്പോൾ ഏറ്റവും ആദ്യം കോഴിക്കോട് വെച്ചാണ് ടീച്ചർ വാല്യുവേഷൻ വരുന്നത്. അന്ന് എൻ്റെ കൂടെ ആയിരുന്നു. ടീച്ചറിന് അന്നേരം ഭയങ്കര നല്ല ടെൻഷനായിരുന്നു. തീയണം, എനിക്ക് തീയണം, എനിക്ക് തീയണം. രണ്ടുപേർക്കും എല്ലാവരുടെ ആശംസകളും തരാറ് വളരെ സന്തോഷമായിട്ട്. പിന്നെ സിസ്റ്റർ പിന്നെ സന്തോഷത്തോടെ തന്നെയാണ് പ്രിപ്പയർ ചെയ്തത്. വളരെ സന്തോഷമായിട്ട് ജീവിതത്തിൽ സാധിക്കട്ടെ. ഇനിയുള്ള കാലം സന്തോഷമായിരിക്കും. സന്തോഷമായിട്ട് ആശംസിക്കുന്നു. പിന്നെ ടീച്ചർ പറഞ്ഞതുപോലെ ഞങ്ങളെയും പരിപാടിയിൽ ക്ഷണിച്ചതിന് സുനീഷ് സാറിനും എല്ലാവർക്കും പ്രത്യേകം നന്ദി പറയുന്നു. വളരെ സന്തോഷമുണ്ട് ഇങ്ങനെ വന്ന് എല്ലാവരും ഒന്നും കൂടെ കാണാനും എല്ലാവരും. കഴിഞ്ഞ വർഷം വിളിച്ചായിരുന്നു, പക്ഷേ അന്ന് ഞാൻ മോളുടെ കുട്ടികളെ കൊണ്ട് ഹോസ്പിറ്റലിലൊക്കെ ആയിരുന്നു, അങ്ങനെ വരാൻ പറ്റിയില്ല. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. എല്ലാ വർഷവും പക്ഷെ റിസൾട്ട് വരുമ്പോൾ അതായിരിക്കില്ല. അപ്പൊ അങ്ങനെ എല്ലാത്തിനും വളരെ വിഷമിച്ചൊക്കെ ടീച്ചർ വന്ന് എല്ലാ കാര്യങ്ങളും ചെയ്ത് നല്ല നീറ്റായിട്ട് സന്തോഷമായിട്ട് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. ഇതിന് കോള് വന്നെങ്കിലും അത് പരിചയമില്ലാത്തൊരു നമ്പറിലൂടെ വിളിച്ചു ആൾമാരായിട്ട് നടത്തിയിരിക്കും. അപ്പോൾ ഞാനത് മൈൻഡിയാതെ വിട്ടു. കാരണം ആരെന്ന് അറിയില്ലല്ലോ. അതിൻ്റെ വാങ്ങാൻ വേണ്ടി ബിവറേജിൽ പോയി. ബിവറേജിൽ പോയപ്പോ ഭയങ്കര ക്യൂവിൽ നിന്നാലേ സാധനം. അപ്പൊ ഞാനിങ്ങനെ നോക്കുമ്പോ ചിലർക്കൊക്കെ അറിയാം, അവന്മാർ കാണാൻ പോലെ ഞാൻ പഠിപ്പിച്ചവന്മാരതല്ലേ. ഇത് ചിലപ്പോ വല്ലപ്പോഴും കണ്ട് പരിചയമുള്ളവരൊക്കെ എന്നെ കണ്ട് ചിരിക്കണോ മാറ്റം വന്നല്ലോ എന്ന് ഇത് വാങ്ങാൻ. അങ്ങനെ ഞാനിങ്ങനെ വരിയിൽ നിൽക്കണോ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോ ആ കൗണ്ടറിൽ നിന്ന് ഒരുത്തം വിളിക്കുന്നു, മാഷേ ഇന്ന് വാ. എന്നെ അല്ലെങ്കിൽ ഞാനവിടെ ഒരു കാര്യമില്ല, നോക്കുമ്പോഴെപ്പോഴും വലിയ വഴിയില്ല. കാരണം പോയില്ല. പിന്നെ ഇങ്ങനെ വലിയ കൂടെ എന്താ വഴിയുണ്ടോ എന്നൊക്കെ നമുക്ക് നിൽക്കുകയാണ്. 16-ലാണ് റിട്ടയർഡായത്. എങ്കിലും 6-7 വർഷം കഴിയുമെങ്കിൽ ഞങ്ങളുടെ നമ്പറൊക്കെ മറക്കാണ്ട് ദിലീപ് സാർ സൂക്ഷിച്ച് വെച്ച് ഇപ്പോഴും ഈ കൂട്ടായ്മയിലേക്ക് ക്ഷണിച്ചിട്ട് വലിയ സന്തോഷം. കാരണം നമ്മൾ ആരെയും കാണുന്നില്ല, അതുപോലെ മിക്കവാറും ആരെയും കാണാൻ
ഇല്ല എന്നുള്ളതാണ്. ആദ്യം കുറ്റമല്ല, നടൻ തന്നെയാണത്. കാരണം ആ സ്റ്റേജാണ്. അപ്പോൾ റിച്ചമ്മൻ്റെ കഴിഞ്ഞ് കഴിയുമ്പോൾ എല്ലാവരും പറഞ്ഞു നമുക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ട്. പക്ഷെ അപ്പോൾ കുറേ പറയാനുണ്ടാവും. ഇത് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാണും നമ്മളോട് വരുന്നത്. നമുക്കിപ്പോൾ ഇങ്ങനെ ഈ ഒരു വർഷം അടുത്ത വർഷം നമ്മൾ വിളിക്കുമ്പോൾ പറഞ്ഞുകൂടാ. പക്ഷേ ഉണ്ടായിരുന്ന ആ സമയത്ത് അന്ന് പറഞ്ഞത് പെൻഷൻ, അതിൻ്റെ ആനുകൂല്യങ്ങൾ തുടങ്ങിയ ഒരു ക്ലാസ് എടുക്കുന്നത്. ഇന്ന് ഉപദേശമായിരുന്നു. ഏതാണ് ഇത് രണ്ടിനോട് എനിക്ക് താല്പര്യമില്ല. വിളിച്ചത് ഒത്തിരിയേറെ സന്തോഷം. കഴിഞ്ഞ വർഷം ഞങ്ങൾ പറഞ്ഞതാണ്. അതേപോലെ തന്നെ ഈ വർഷവും നിങ്ങളുടെയൊക്കെ സാന്നിധ്യത്തിൽ ഇവിടെ ആയിരിക്കാൻ കഴിഞ്ഞതിനെ ഓർത്ത് ഒത്തിരിയേറെ നന്ദിയുണ്ട്. പിന്നെ ഈ റിട്ടയർ ചെയ്യാൻ പോകുന്ന രണ്ടുപേരുടെയും മുഖവും വളരെ ഹാപ്പിയാണ്. എന്ന് പറഞ്ഞാൽ അവർ വളരെയേറെ എന്താ പറയുക സന്തോഷത്തോടു കൂടി തന്നെ അവർ റിട്ടയർമെൻറ്റ് ലൈഫിലേക്ക് കടന്നിരിക്കുന്നു അല്ലെങ്കിൽ കടക്കാൻ പോകുന്നു. തീർച്ചയായിട്ടും വളരെ സന്തോഷകരം തന്നെ. ഞങ്ങളുടെയൊക്കെ ജീവിതവും വളരെ സന്തോഷമായിട്ട് നമ്മുടെ ഇന്നത്തെ വിശിഷ്ടാതിഥികളായി ഔദ്യോഗിക ജീവിതത്തിൽ മറ്റെൻ്റെ സീനിയറായിട്ടുള്ള ടീച്ചേഴ്സ്, ടീച്ചേഴ്സ് അസോസിയേഷൻ്റെ വയനാട് ജില്ലയിലെ വിവിധ വിദ്യാലയങ്ങളിൽ ജോലി ചെയ്യുന്ന വിദ്യാർത്ഥികളെ ഏറ്റവും ആദ്യം സന്തോഷം ഏതൊരു കാറ്റഗറിയിലാണ് ഞാൻ പെട്ടുവരുന്നത്. ഏതായാലും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് എൻ്റെ ഫോണിലേക്ക് ഇഷ്ടംപോലെ ഫോട്ടോസ് വരുന്നുണ്ട്. സ്റ്റാറ്റസുകൾ. ഒന്ന് കണ്ണൂർ ജില്ലാ അസോസിയേഷൻ മീറ്റിംഗ്, പിന്നെ കോഴിക്കോട് ജില്ലാ അസോസിയേഷൻ മീറ്റിംഗ് കഴിഞ്ഞ 1-ാം തീയതിയായിരുന്നു. ക്ഷണിച്ചിരുന്നു, ഞാൻ പോയില്ല. മലപ്പുറം അസോസിയേഷൻ മീറ്റിംഗ് ഇഞ്ചാന്നായിരുന്നു, അതിനും പോയില്ല. അപ്പോൾ അതിൻ്റെയൊക്കെ ഫോട്ടോ വന്നിങ്ങനെ ഞാൻ എൻ്റെ കൂടെ കാത്തിട്ടാണ് ഫോട്ടോ ഇടാറ്. അപ്പോൾ ഇന്നാണ് നമ്മുടെ ആ ഒരു ദിവസം. നമ്മുടെ അസോസിയേഷൻ്റെ വയനാട് ജില്ലയിലെ മാത്സ് കുടുംബത്തിൻ്റെ ഹയർ സെക്കൻഡറി മാത്തമാറ്റിക്സ് കുടുംബത്തിൻ്റെ മീറ്റിംഗ്. അതിന് 2 കാര്യങ്ങളായിട്ട് നമ്മൾ നടത്തുന്നത്. ഒന്ന് നമ്മുടെ കൂട്ടായ്മയും അതോടൊപ്പം തന്നെ സർവീസിന് വിരമിക്കുന്ന പ്രിയപ്പെട്ട അധ്യാപകരോടുള്ള ഒരു ഒരു യാത്രയായിരുന്നു. നമ്മുടെ മാത്സ് അസോസിയേഷൻ സെക്രട്ടറി ബിജി സാർ, സാജ ടീച്ചർ, നമ്മുടെ ഇന്നത്തെ വിശിഷ്ടാതിഥികളായിട്ടുള്ള സിസ്റ്റർ ബീന ടീച്ചർ, റിട്ടയർ ചെയ്ത് എത്തിയിട്ടുള്ള കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം. ദിനേശ് സാറാണ് എന്നെ ക്ഷണിച്ചത്. ശരിക്കും എന്നെ ക്ഷണിക്കേണ്ട ഒരാളല്ല, ഞാൻ നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആൾ തന്നെയാണ്. എങ്കിലും വളരെ സന്തോഷമുണ്ട് എന്നെ കാണാൻ കഴിഞ്ഞില്ല. ഞാൻ റിട്ടയർ ചെയ്തിട്ടും അല്ലെങ്കിൽ റിട്ടയർ ചെയ്യാൻ എനിക്കിനി കുറച്ച് വർഷങ്ങൾ കൂടിയുണ്ട്. അപ്പോൾ ഇവർ സംസാരിക്കുന്ന പോലെയുള്ള ഒരു രീതിയിലേക്കൊന്നും എൻ്റെ മനസ്സെത്തിയിട്ടില്ല. അപ്പം ഞാനിപ്പോഴും നോക്കുന്നത് ക്യാമ്പ് മിസ് ചെയ്തല്ലോ എനിക്കുള്ളതാണ്. കാരണം ഫോട്ടോയൊക്കെ കാണുമ്പോൾ നിങ്ങളെപ്പോഴും ഫുഡ് കഴിക്കുന്നു, ഞാൻ സ്വാദായിട്ട് വരുമ്പോഴാണെങ്കിലും അതെ, എനിക്ക് അതാണ് ശരിക്കും മിസ് ചെയ്യുന്നത്. ഞങ്ങളെ ഉൾപ്പള്ളിയിൽ നിന്ന് വരുന്ന യാത്രകൾ, പിന്നെ ഇവരുടെ എല്ലാ സൗഹൃദം, എല്ലാവിധ ജോൺസൺ സാറാണെങ്കിലും ആദ്യകാലത്ത് നമ്മൾ എത്ര ഒരുമിച്ചല്ലേ പനമരത്തൊക്കെ. ക്യാമ്പിൻ്റെ ഒരു രസമൊന്നും വേറെ തന്നെയാണ്. പിന്നെ അതാണ് എനിക്ക് മിസ് ചെയ്തു പോയത്. എങ്കിലും സ്ക്വാഡായിട്ടാണെങ്കിലും 1-2 ദിവസം എനിക്ക് വരാൻ പറ്റി, വളരെ സന്തോഷം. പിന്നെ ഒരു കാര്യമുള്ളത്, കോവിഡിന് മുമ്പും കോവിഡിന് ശേഷം നമ്മുടെ കുട്ടികൾക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നപോലെ തന്നെ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതിൽ ഞാൻ ഏറ്റവും ശ്രദ്ധിച്ച കാര്യം എല്ലാ കൂട്ടായ്മയും എന്ത് കാര്യം ഉണ്ടെങ്കിലും അതൊരു വലിയ കൂട്ടായ്മയാക്കുക, വലിയൊരു കൂട്ടായ്മയിലായിരിക്കുമ്പോഴും ഞാൻ ഒരാഴ്ചയിൽ പ്രാർത്ഥിക്കുകയായിരുന്നു. നാളെ വരെയുള്ള ദിവസങ്ങളിൽ പ്രാർത്ഥനയായിരുന്നു പറയാനായിട്ട്. പക്ഷെ ഞാൻ കൃത്യമായിട്ട് പെർമിഷനൊക്കെ മേടിച്ചിട്ടാണ് ഞാൻ വീട്ടിലോട്ട് പോകുന്നത്. കാരണം എല്ലാവരെയും കാണുക ഭയങ്കര ഒരു സന്തോഷമാണ്. ഇപ്പോൾ ബിന്ദു പറഞ്ഞ ക്ലാസ്മേറ്റാണ്, എൻ്റെ റൂംമേറ്റാണ് നിർമ്മല സിസ്റ്റർ. PG പഠിച്ചിരുന്നപ്പോൾ ഞങ്ങളൊരു റൂമിലായിരുന്നു. റിട്ടയർ ചെയ്യുന്ന സിസ്റ്റർ ടീച്ചർ റിട്ടയർ ചെയ്ത എനിക്ക് നല്ല ആശങ്കയുണ്ടായിരുന്നു എന്ത് സംഭവിക്കും ഈ മാത്തമാറ്റിക്സ് പഠിപ്പിക്കുന്നത്. കാരണം അത്രമാത്രം കുട്ടികൾക്ക് വേണ്ടി മാത്രം ജീവിച്ച ഒരു സബ്ജക്റ്റാണ് മാത്തമാറ്റിക്സ്. അതായത് നമ്മുടെ കുട്ടികൾ നല്ല ക്ലാസ്സായി നല്ല കാര്യമായിട്ടിരിക്കുന്ന അവസ്ഥയല്ലായിരുന്നു. അപ്പം എനിക്കൊരു കാര്യം കിട്ടി, കുറേ കഷ്ടപ്പെട്ട് നമ്മുടെ കുട്ടികളെ ഇങ്ങനെ പുറകെ നിന്ന് പഠിപ്പിക്കുന്നു മാത്തമാറ്റിക്സ്. അത് നമ്മുടെ ഒരു രീതിയാണ്. ഞാൻ പ്രിൻസിപ്പലായി കഴിയുമ്പോൾ എനിക്ക് അതിന് സമയമില്ല.
അതിശയിപ്പിക്കുന്ന റിസൾട്ടായിട്ട് എല്ലാവരും മാത്തമാറ്റിക്സ് പാസ്സായി. അതുവരെ ഞാൻ പുറകെ നടന്ന് മുന്നിൽ നടന്ന് പഠിപ്പിച്ചാലും ചില കുട്ടികൾ ജയിക്കാത്ത കുട്ടികൾ പോലും. അപ്പൊ അവിടെ ഞാൻ കാണുന്നതാണ് ഓഫർ ചെയ്യുന്ന സ്ഥാപനം അഡ്മിനിസ്ട്രേഷൻ പ്ലസ് ടീച്ചിങ്. അല്ലെ, പൈസ എന്തിനാന്നല്ലേ ചോദിച്ചത്? പൈസ കുറവാണ് എന്ന് പറഞ്ഞു. അത്രമാത്രം പ്രോബ്ലംസ് ഒക്കെ കൊടുത്തത്. അപ്പം ഈ ഒരു രീതിയിൽ കുറച്ച് കാര്യങ്ങൾ പഠിപ്പിക്കുമ്പോൾ അത് തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ വരും. അപ്പോൾ കുറച്ച് പേരൻസിനും കുട്ടികൾക്കൊക്കെ സംശയം, സിസ്റ്റർ പ്രിൻസിപ്പളുമാണ് ഓഫീസിൽ ക്വസ്റ്റ്യൻ പേപ്പർ ഇരിപ്പുണ്ടല്ലോ, വല്ല ക്വസ്റ്റ്യൻ പേപ്പർ ഈ ക്വസ്റ്റ്യൻ പേപ്പർ സിസ്റ്റർ പറഞ്ഞത് തന്നെ ഇങ്ങനെ ഇന്നിപ്പോൾ ഇവിടെ വലിയ സാറ് വിളിച്ചത് ഇങ്ങനെയുള്ള പരിപാടിയുണ്ടെന്ന് പറഞ്ഞു. വാല്യൂഷൻ ഞാൻ മനഃപൂർവ്വം സ്കൂളിലായതല്ല സത്യം പറഞ്ഞാൽ. അപ്പം എനിക്ക് പഠനം ഒത്തിരി ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞ ഉടനെ നമ്മൾ റിട്ടയർ ചെയ്തതിന് പിന്നെ ടീച്ചേഴ്സ് പോകാന്നുള്ളത് കൊണ്ട് തന്നെ മക്കളുടെ സൗകര്യങ്ങൾ നോക്കി അവർക്ക് ഈസ്റ്റൊക്കെ ആകുമ്പോൾ കുറച്ച് അവധി കിട്ടും. അപ്പം അങ്ങനെ അതുങ്ങളെ കൂട്ടി ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഒരു ലക്ഷദ്വീപിൽ പോയതാണ്. അതുകൊണ്ടാണ് വാല്യൂഷൻ ക്യാമ്പിൽ വരാൻ പറ്റാതിരുന്നത്. അല്ലെങ്കിൽ ഞാൻ വരുവായിരുന്നു തീർച്ചയായും. അത് കഴിഞ്ഞ ഉടനെ പിന്നെ നാട്ടിൽ അത്യാവശ്യം 2-3 പ്രാവശ്യം പോകേണ്ട വന്നു. എനിക്ക് അമ്മച്ചിക്കിടയ്ക്ക് എൻ്റെ അമ്മയ്ക്ക് 93 വയസ്സായി. അപ്പോൾ ഇടയ്ക്കൊക്കെ ഒരു ആരോഗ്യ പ്രശ്നമൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഒറ്റ മോളാണ്. മോളെന്ന് പറഞ്ഞാൽ ഏറ്റവും ഇളയത് 3 ആങ്ങളമാരാണ്. ഇപ്പോൾ ഞാൻ ഇളതാണ്. ഒരു മോളായതുകൊണ്ട് തന്നെ ഇടയ്ക്ക് ഇങ്ങനെ കാണാമെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഇടയ്ക്ക് അത്യാവശ്യമൊക്കെ നാട്ടിൽ കൂട്ടത്തിൽ ഈ ചടങ്ങിൽ പങ്കെടുത്തതിന് മാത്തമാറ്റിക്സ് അസോസിയേഷൻ്റെ പേരും നന്ദി അർപ്പിക്കുകയാണ്. കൂടാതെ നമ്മളുടെ ചടങ്ങ് ഏറ്റവും മനോഹരമാക്കി തീർക്കുന്നത് മുൻ വർഷങ്ങളിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന പ്രിയപ്പെട്ട ടീച്ചേഴ്സാണ്. സുധ ടീച്ചർ, ജോൺസൺ സാറ്, എല്ലാവർക്കും മാത്തമാറ്റിക്സ് അസോസിയേഷൻ്റെ നന്ദി അറിയിക്കുകയാണ്. നിങ്ങൾ വരുമ്പോഴേ ഈ ചടങ്ങിൽ ഒരു പൂർണ്ണത കൈവരുള്ളൂ. അപ്പോഴേ നമ്മൾ നമ്മുടെ പഴയ കാലഘട്ടത്തിലേക്ക് തിരിച്ചു പോകും. കാരണം കൂട്ടായ്മയുടെ ഓർമ്മകളും എല്ലാ സുഖങ്ങളും കിട്ടുന്നത് അപ്പോഴാണ്. നമ്മുടെ എല്ലാ സമയത്തും ഓർത്തുകൊണ്ട് ഇരിക്കുന്നില്ല, സൂസൻ ടീച്ചർ പറഞ്ഞ പോലെ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കാണുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരികയാണ്. ഇനിയും നിങ്ങളുടെ സാന്നിധ്യം ഞങ്ങളുടെ എല്ലാ പരിപാടികളിലും ഉണ്ടാവണം. എല്ലാ പരിപാടികളും നിങ്ങൾ ഒരു വിട്ടുവീഴ്ചയില്ലാതെ പങ്കെടുക്കണമെന്ന് അറിയിക്കുകയാണ്, അഭ്യർത്ഥിക്കുകയാണ്. എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. കൂടാതെ നമ്മൾ ഫിലോസാറ് പറഞ്ഞ പോലെ നമ്മുടെ ഈ കൂട്ടായ്മ വർഷത്തിൽ ഒരിക്കൽ മാത്രമായാൽ പോരാന്നാണ് എനിക്ക് തോന്നുന്നത്. കാണുന്നു തോന്നുന്നു. പിന്നെ നമ്മുടെ ഈ അസോസിയേഷൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത് ഈ അംഗങ്ങളുടെ എണ്ണക്കുറവ് തന്നെയാണ്. അതുകൊണ്ടാണ് നമുക്ക് മാനേജ് ചെയ്യാൻ എല്ലാവർക്കും വ്യക്തിപരമായ അറ്റാച്ച്മെൻറ്റ് കൂടുതൽ ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ നമ്മുടെ വാല്യുവേഷൻ 3-4 ബാച്ചൊക്കെ ഉണ്ടാവുന്നുള്ളൂ വയനാട്. മറ്റു ജില്ലകളിലൊക്കെ 30 ബാച്ച്, 20 ബാച്ച്, 25 ബാച്ച് അങ്ങനെയാണ്. അപ്പോൾ ആരാ എന്താന്ന് തന്നെ നമുക്കറിയാം. അപ്പോൾ നമ്മുടെ ക്ലാസ് റൂമിൽ ചെന്നാൽ തന്നെ ക്ലാസ് ടീച്ചർ അല്ലെങ്കിൽ നമുക്ക് ഒരു കുട്ടീൻ്റെ പേര് പോലും അറിയാം, അല്ലേ? 65 കുട്ടികൾ. അപ്പോൾ ആ ഒരു ബാഹുല്യം വലിയ പ്രശ്നം തന്നെയാണ്. അതുപോലെ ഇങ്ങനെയൊരു എന്താ പറയുക, ഒതുങ്ങിയ കൂട്ടായ്മ വളരെ ഞാൻ ഇഷ്ടപ്പെടുന്നു. ഇതിൽ അതുപോലെ അംഗമാവാൻ കഴിഞ്ഞു